വ്യൂവേഴ്സ്, എല്ലാവർക്കും ശ്യാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ മാങ്ങ വെച്ചിട്ട് ഒരു മാങ്ങ പെരട്ട് അല്ലെങ്കിൽ ഒരു മാങ്ങ പെരടനാണ് ഉണ്ടാക്കുന്നത്. സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെയുണ്ട്, പക്ഷെ അതിനേക്കാളും കുറച്ച് ടേസ്റ്റിയാണ്. ഇത് ഞാൻ അതിനായിട്ടൊരു 1 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ കൊണ്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതേപോലെ വെള്ളരിക്കയിട്ട് കറികൾ ഉണ്ടാക്കുന്ന മാങ്ങ കൊണ്ട് പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ തന്നെയാണ്. നിങ്ങളൊക്കെ അതേപോലെ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ സാധാരണത്തെ പോലെ സ്ക്വയറായിട്ടോ പിന്നെ നീളത്തിൽ ചെറുതായിട്ടോ ഒന്നും അല്ല അരിയുന്നത്. ഇന്ന് നീളത്തിലാണ് അരിയുന്നത് കേട്ടോ. അത് അരിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം. അത് അരിഞ്ഞ് ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് നേരം വെക്കണം. മാങ്ങ പെരളൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങയൊക്കെ നേരത്തെ കാണിച്ച മാങ്ങയാണ് കേട്ടോ. അത് മാങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതേ വലിപ്പത്തിലാണ്, ഇതേ വലിപ്പത്തിലും ഇതേ വീതിയിലൊക്കെയാണ് ഞാൻ നൈസായിട്ട് ഈ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണാണ് കേട്ടോ ഇത്. ഈ ടീസ്പൂണിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. ഏകദേശം 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നിങ്ങൾക്ക് കല്ലുപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പൊടിയുപ്പാണ് ചേർക്കുന്നത്. പൊടിയുപ്പും അതേപോലെ തന്നെ ഒരു 2 സ്പൂണാണ് കേട്ടോ. ഞാൻ 2.5 സ്പൂണ് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ചെറിയൊരു കൂട്ടും കൂടി ഉണ്ട്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂറൊന്ന് വയ്ക്കാം. ഒരു ഡേ വെച്ചാലൊന്നും പ്രശ്നമില്ല കേട്ടോ. ഞാൻ 2-3 മണിക്കൂറേ വയ്ക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. മാങ്ങ പെരളൻ ഉണ്ടാക്കാനുള്ള മാങ്ങ ഞാൻ നൈസായി അരിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതാണ്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു വലിയ വിസ്താരമുള്ള ഒരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടാൽ തന്നെ എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങും. അപ്പം അത്രയും നല്ലൊരു പെരളനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്ക് അധികം വായവട്ടം ഇല്ലാത്ത ഒരു പാത്രത്തിലാക്കിയിട്ട് ഏകദേശം 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒന്ന് നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇത് കുറച്ച് കാലം എടുത്തു വെക്കാൻ പറ്റിയൊരു അച്ചാറാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ, അതായത് നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നുണ്ടല്ലോ, ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ. പെരളന്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ 1 സ്പൂണ് ജീരകം, 1 സ്പൂണ് കടുക്, അതേപോലെ 1 സ്പൂണ് ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. ഉലുവയും കടുകും കൂടിയിട്ട് ഞാൻ പൊടിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് ഈ പാനിലേക്ക് നമ്മളൊരു 10-18 മുളക് എടുക്കുകയാണ്. അതായത് പിരിയൻ മുളകാണ്, കുറച്ച് എരിവുള്ള മുളകുമാണ്. ഇത് നമുക്ക് നന്നാക്കിയിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലും എണ്ണ ഒഴിക്കാതെ തന്നെയാണ് ഞാൻ ചൂടാക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ അല്പം കറിവേപ്പില ഇടാം. ഇവിടെ ഇത്ര കറിവേപ്പില ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ചിടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് കറിവേപ്പില ഉണ്ടെങ്കിൽ അത്ര ഇട്ടുള്ളൂ. അത്രയും ഇതിന് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നേരത്തെ ആ പൊടികൾ പൊടിച്ച പോലെ തന്നെ ഇതും ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത കൂട്ടുകളെല്ലാം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ, ജീരകം, കടുക് പൊടിച്ചതാണ്. ഇതിലാണ് ഞാൻ പറഞ്ഞ വലിയ വട്ടത്തിലുള്ള പാത്രം വേണമെന്ന് പറയാൻ കാരണം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇടുന്നത് നമ്മുടെ മുളക് പൊടിച്ചതാണ്. മുളകും കറിവേപ്പിലയും കൂടി പൊടിച്ചതാണ്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് ആ മൂപ്പിച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ എണ്ണ ഒഴിക്കുന്നത്. ഇനി അത് ഇളക്കി കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഏകദേശം ഒരു 1.5 സ്പൂണ് കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം മക്കളെ. എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. മാത്രമല്ല എനിക്ക് ഇത് എൻ്റെ വീട്ടിലുണ്ടായ മാങ്ങയൊന്നുമല്ല കേട്ടോ. ടീച്ചേഴ്സ് മാങ്ങയായിട്ടും അതേപോലെ ഇരുമ്പിപ്പുളിയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് തരാറുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് പ്രത്യേകിച്ച് താങ്ക്സ് പറയുകയാണ്. അത് മാത്രമല്ല ഇത് കാണുമ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ മാങ്ങ പെരളൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അത്രയും ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഉള്ള പൊടികളാണ് ഇതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ
ചൂടൊക്കെ അറിയതിന് ശേഷം ഇതൊരു ഗ്ലാസ് ജാറിലാക്കി വെക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അല്പം എണ്ണ ചൂടാക്കിയിട്ട് തണുപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എത്ര കാലം വേണമെങ്കിലും നമുക്കിത് എടുത്ത് വെച്ചിട്ട് കഴിക്കാം. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇത് നോക്കൂ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 1 കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിട്ട്. അതേപോലെ തന്നെ 1 കിലോൻ്റെ ഒരു ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം ഒരു 3/4 ഭാഗമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒട്ടും തന്നെ വിനെഗർ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല, ആവശ്യമില്ല. കേടുവരാതെ തന്നെ ഇരുന്നോളും. ഇനി അതിലേക്ക് അല്പം എണ്ണ ചൂടാറി തണുപ്പിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അധികമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 200 ml എണ്ണയെ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. നല്ല എണ്ണയാണ് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം അതേപോലെ ജാറിലെടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്തോളൂ. താങ്ക് യു. ഞാൻ ഉണ്ടാക്കിയ അച്ചാറുകളെ കുറിച്ചിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ പറയണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.